ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ദ്രവബലങ്ങൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് LP-UP എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നോക്കാം. ആദ്യം തന്നെ ഈ ഒരു ഭാഗത്ത് വിവിധ ദ്രവങ്ങൾ, ദ്രവം എന്ന് പറഞ്ഞാൽ ഒഴുകാൻ കഴിവുള്ള പദാർത്ഥങ്ങൾ അല്ലേ. അപ്പോൾ അതിനെ ദ്രാവകങ്ങളെയും വാതകങ്ങളെയും ചേർത്ത് നമുക്ക് ദ്രവങ്ങളെന്ന് പറയാം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ദ്രാവകം അതിൻ്റെ സാന്ദ്രതയും നോക്കാം. ഉപ്പുവെള്ളത്തിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത് 1025 കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ ആണ്. അതുപോലെ ജലത്തിൻ്റെ സാന്ദ്രത 1000 കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ. മണ്ണെണ്ണയുടേത് 810 കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ ആണ്. ഇതിൽ ഉപ്പുവെള്ളത്തിൻ്റെ സാന്ദ്രത മുൻവർഷങ്ങളിൽ ചോദിച്ചൊരു ചോദ്യമാണ്. അതുപോലെ മണ്ണെണ്ണയുടെയും ചോദിച്ചതാണ് കേട്ടോ. ഒരു ദ്രാവകത്തിന് അത് സ്ഥിതി ചെയ്യുന്ന ദ്രാവകത്തിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ആ ദ്രാവകത്തിൽ അത് പൊങ്ങിക്കിടക്കും. അതാണ് ഈ ഒരു ഐസൊക്കെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. മണ്ണെണ്ണയ്ക്ക് ജലത്തേക്കാൾ സാന്ദ്രത കുറവായതിനാൽ മണ്ണെണ്ണ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നതും ഏതിനുദാഹരണമാണ്? അതിൻ്റെ സാന്ദ്രത കുറഞ്ഞതിന് ഉദാഹരണമായിട്ട് പറയാം. ഇനി ഇവിടുന്ന് PSC ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് പ്ലവക്ഷമ ബലം. ഇപ്പോൾ പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിൻ മുകളിലേക്കൊരു ബലം പ്രയോഗിക്കും. ഈ ബലമാണ് പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ബക്കറ്റിനകത്ത് കുറച്ച് വെള്ളം വെച്ചിട്ട് നമ്മുടെ കൈ ഒന്ന് ഇങ്ങനെ താഴ്ത്തുന്ന സമയത്ത് ഇത്തിരി ഒരു ബലം പ്രയോഗിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഒരു കല്ലിടുകയാണെങ്കിലും കല്ല് പൊക്കുകയാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യണം? ശകലൊരു ബലം നമ്മൾ പ്രയോഗിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ബലത്തെയാണ് എന്തെന്ന് പറയുന്നത്? പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. ഇപ്പോൾ വസ്തുവിന്മേൽ താഴേക്ക് അനുഭവപ്പെടുന്ന ഒരു ഭാരവും ഉണ്ട്, അതുപോലെ വസ്തുവിന്മേൽ മുകളിലേക്ക് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം. ഇത് രണ്ടും എന്താണ്? ഒരു ദ്രവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന രണ്ട് ബലങ്ങളാണ്. അപ്പോൾ ഒരു വസ്തു ഒരു ദ്രാവകത്തിലായിരിക്കുമ്പോൾ ദ്രാവകം ആ വസ്തുവിൽ മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കും. ഈ ബലം വസ്തുവിൻ്റെ ഭാരത്തേക്കാൾ കുറവാണെങ്കിൽ വസ്തു ദ്രവത്തിൽ മുങ്ങിപ്പോകുകയും ബലം വസ്തുവിൻ്റെ ഭാരത്തേക്കാൾ കൂടുതലായാൽ വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുകയും ചെയ്യും. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വസ്തു വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. ഉദാഹരണത്തിന് ഒരു കല്ല്. ആ കല്ല് നമ്മൾ മുകളിലേക്ക് ഉയർത്തുമ്പോൾ വായുവിൽ ഉയർത്തുന്നതിനേക്കാൾ ഭാരം കുറഞ്ഞതായിട്ട് നമുക്ക് തോന്നും. ഇപ്പോൾ വലിയൊരു കല്ലാണെങ്കിൽ വെള്ളത്തിൽ നിന്ന് എടുത്ത് പൊക്കുമ്പോൾ നമുക്ക് വെയിറ്റ് തോന്നില്ല. ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ ജലം ആ വസ്തുവിന്മേൽ താഴെ നിന്ന് മുകളിലേക്ക് പ്രയോഗിക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിനെയാണ് അല്ലെങ്കിൽ ആ ബലത്തെയാണ് പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. ആ പ്ലവക്ഷമ ബലം ആ ദ്രാവകത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നത് കൊണ്ടാണ് ദ്രാവകത്തിൽ നിന്ന് നമ്മളൊരു വസ്തുവിനെ മുകളിലോട്ട് ഉയർത്താൻ ശ്രമിക്കുമ്പോൾ അതിന് വെയിറ്റ് തോന്നാത്തതിൻ്റെ കാരണം. ഒരു വസ്തു ദ്രവത്തിലായിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം കണക്കാക്കാൻ വസ്തുവിന് ആ ദ്രാവകത്തിലുണ്ടായ ഭാരക്കുറവ് കണ്ടെത്തിയാൽ മതി. ഒരു വസ്തു ദ്രവത്തിലായിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം കാണാൻ വസ്തുവിന് ആ ദ്രവത്തിലുണ്ടായ ഭാരക്കുറവ് കണ്ടെത്തിയാൽ മതി. അതായത് പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് വായുവിലെ ഭാരം മൈനസ് വായുവിൻ്റെ ജലത്തിലെ ഭാരമാണ്. നമുക്ക് ഏതൊരു വസ്തുവിൻ്റെയും പ്ലവക്ഷമ ബലം അളക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഓർത്ത് വയ്ക്കുക, ബലത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടനാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ലോഹ കഷ്ണം തന്നിട്ടുണ്ട്. അതിന് വസ്തുവിൻ്റെ വായുവിലെ ഭാരം എന്ന് പറയുന്നത്, അതായത് ഈ ലോഹ കഷ്ണത്തിൻ്റെ വായുവിലെ ഭാരം എന്ന് പറയുന്നത് 1 ന്യൂട്ടനാണ്. ഇനി ജലത്തിലെ ലോഹ കഷ്ണത്തിൻ്റെ ഭാരം എന്ന് പറയുന്നത് 0.75 ന്യൂട്ടനാണ്. അപ്പോൾ ഇതിൻ്റെ ഭാരവ്യത്യാസം, അതായത് ഇതിവിടെ പ്രയോഗിച്ച പ്ലവക്ഷമ ബലം കാണാൻ വസ്തുവിന് വായുവിൽ അനുഭവപ്പെടുന്ന ഭാരം ജലത്തിൽ അനുഭവപ്പെടുന്ന ഭാരത്തിൽ നിന്ന് കുറച്ചാൽ നമുക്ക് ആ പ്ലവക്ഷമ ബലം കിട്ടും. ഉദാഹരണത്തിന് 1 ന്യൂട്ടൺ മൈനസ് 0.75 ന്യൂട്ടൺ = 0.25 ന്യൂട്ടൺ. അപ്പോൾ ഇവിടുത്തെ ആ പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് എത്രയാണ്? 25 ന്യൂട്ടനാണ്. ഇനി ഇവിടെ ഒരു ചോദ്യമുണ്ട്. കല്ലിൻ്റെ വായുവിലെ ഭാരം 120 ന്യൂട്ടനും ജലത്തിലെ ഭാരം 100 ന്യൂട്ടനും ആയാൽ
കല്ലിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം കണ്ടെത്തുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 120-ൽ നിന്ന് 100 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 20 കിട്ടും. അപ്പോൾ ഇവിടെ കല്ലിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം എത്രയാണ്? 20 ന്യൂട്ടനാണ്. ഇനി പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ സാന്ദ്രത, അതുപോലെ തന്നെ ദ്രവത്തിൽ മുങ്ങിയിരിക്കുന്ന വസ്തുവിൻ്റെ വ്യാപ്തത്തെയും ആശ്രയിച്ചിരിക്കും. ദ്രാവകത്തിൻ്റെ സാന്ദ്രത കൂടുമ്പോൾ പ്ലവക്ഷമ ബലം കൂടുന്നു. ദ്രാവകത്തിൻ്റെ സാന്ദ്രത കൂടുമ്പോൾ പ്ലവക്ഷമ ബലം എന്ത് ചെയ്യും? കൂടും. ദ്രാവകത്തിൻ്റെ സാന്ദ്രത കുറയുമ്പോൾ പ്ലവക്ഷമ ബലവും എന്ത് ചെയ്യും? കുറയും. വായുവിൻ്റെ വ്യാപ്തം കൂടുമ്പോൾ പ്ലവക്ഷമ ബലം കൂടുന്നു. വായുവിൻ്റെ വ്യാപ്തം കുറയുമ്പോൾ പ്ലവക്ഷമ ബലം കുറയുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കടലിൽ നിന്ന് ശുദ്ധജലത്തിലേക്ക് പ്രവേശിക്കുന്ന കപ്പൽ ജലത്തിൽ കൂടുതൽ താഴുമോ ഉയരുമോ? കടൽ ജലത്തിൽ നിന്ന് ശുദ്ധജലത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു കപ്പൽ താഴുകയാണ് ചെയ്യുക. കാരണം കടൽ ജലത്തിന് സാന്ദ്രത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്ലവക്ഷമ ബലം എന്താണ്? കൂടും. അപ്പോൾ ഈ കപ്പലിനെ എങ്ങനെ ഉയർത്തി നിർത്താനുള്ളൊരു കപ്പാസിറ്റി ആ ഒരു ഉപ്പ് വാട്ടറിനുണ്ട്. ഇനി നേരെ തിരിച്ച് ശുദ്ധജല തടാകത്തിന് എന്താണ്? ഈ കടൽ ജലത്തെ അപേക്ഷിച്ച് സാന്ദ്രത കുറവാണ്. അപ്പോൾ ഈ കപ്പൽ എന്ത് ചെയ്യും? ഈ ശുദ്ധജല തടാകത്തിൽ താഴുക ചെയ്യുക. കാരണം അവിടെ സാന്ദ്രത കുറയുമ്പോൾ പ്ലവക്ഷമ ബലവും കുറയും. അപ്പോൾ അത് താഴും. ഇനി ഇവിടുന്ന് തന്നെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ആർക്കിമിഡീസ് തത്വവുമായി ബന്ധപ്പെട്ടത്. ഒരു വസ്തു ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രാവകത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും എന്നാണ് പറഞ്ഞത്. ഇവിടുന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരവും തുല്യമായിരിക്കും. ഒരു വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ വസ്തുവിൻ്റെ വ്യാപ്തം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് പഠിക്കാനുള്ളത്. ഇവിടെ ഓർത്തു വെക്കേണ്ടത് പ്ലവക്ഷമ ബലം, ആർക്കിമിഡീസ് തത്വം, അതുപോലെ തന്നെ പ്ലവന തത്വം. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഓരോ ദ്രാവകത്തിൻ്റെയും എങ്ങനെ അതിൻ്റെ സാന്ദ്രതയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യണേ. താങ്ക്